രാജീവ് ചന്ദ്രശേഖരനെ പോലെ ഒരു ജ്ഞാനിയെയാണ് കേരളത്തിലെ BJPയെ നയിക്കുവാൻ കേന്ദ്ര നേതൃത്വം അയച്ചിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ സത്യത്തിൽ ഇത്രയും കരുതിയിരുന്നില്ല. ഈ അടുത്ത കാലത്ത് അദ്ദേഹം നടത്തിയ ചില പ്രസ്താവനകളും അദ്ദേഹത്തിന്റെ ചില പരാമർശങ്ങളും കണ്ടെത്തലുകളും കാണുമ്പോൾ അദ്ദേഹം വെറും ജ്ഞാനിയല്ല, ലോകജ്ഞാനിയാണെന്ന് വരെ നമുക്ക് ബോധ്യപ്പെടും. അദ്ദേഹത്തിന്റെ ഏറ്റവും സത്യസന്ധമായ പ്രസ്താവന ഗ്യാസ് ഉപയോഗിച്ച് വീടുകളിൽ അടുപ്പ് കത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ഡയലോഗാണ്. പണ്ട് കാലങ്ങളിൽ കൃഷിവര്യന്മാർ പോലും പാചകം ചെയ്തിരുന്നത് വിറക് ഉപയോഗിച്ചാണെന്നാണ് ഗവേഷണം ചെയ്ത് കണ്ടുപിടിക്കുകയും അത് പൊതുജനത്തിന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയും രാജീവ് ചന്ദ്രശേഖർ ചെയ്തത്. എന്താ പോരെ? പണ്ട് അൽഫോൺസ് കണ്ണന്താനം മാത്രമാണ് ഇത്രയും കൃത്യമായി ജനങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ് ബോധിപ്പിച്ചിരുന്നത്. നാട് മുഴുവൻ ശൗചാലയം ഉണ്ടാക്കാനാണ് പെട്രോളിന് വില വർദ്ധിപ്പിച്ചതെന്നുള്ള അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തം ഇന്നും പൊന്നിന്നൂർക്ക് പോലെ ജനങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു ഡയലോഗാണ്. മറ്റൊന്ന്, ശിശുമരണവുമായി ബന്ധപ്പെട്ട് രാജീവ് ചന്ദ്രശേഖർ നടത്തിയ പ്രസ്താവന. അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയാണ്. സൃഷ്ടികർമ്മം നടത്തേണ്ടവരൊന്നും നാട്ടിലില്ലാത്തത് കൊണ്ടാണ് സൃഷ്ടിക്കപ്പെടുന്നതൊന്നും മരിച്ചു പോകാത്തതെന്നാണ് പുതിയ കണ്ടുപിടുത്തം. എന്തൊരു വിവരമാണ്, സമ്മതിക്കണം. എൻ്റെ ചന്ദ്രശേഖരന്റെ മോനെ, ജനിച്ച കുട്ടികളിൽ എത്ര പേർ മരിച്ചു എന്നുള്ളതാണ് ദേശീയ തലത്തിലുള്ള കണക്കെടുപ്പ്. അല്ലാതെ ലോകത്തുള്ള മലയാളികളിൽ എത്ര പേരുടെ കുട്ടികൾ മരിച്ചു എന്നുള്ളതല്ല. അതിലുപരി വിദേശത്ത് ജോലി ചെയ്യാൻ പോകുന്നവരുടെ കണക്കെടുത്താൽ 4ാം സ്ഥാനം മാത്രമേ കേരളത്തിനുള്ളൂ. 1ാം സ്ഥാനം നിങ്ങൾ ഭരിക്കുന്ന ഗുജറാത്തിന് തന്നെയാണ്. അതിലേറെ കൗതുകമുണർത്തുന്ന മറ്റൊരു കണ്ടുപിടുത്തം ഗോപാലകൃഷ്ണൻ ഗുരുവായൂർ മണ്ഡലവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ വർഗീയ ചുവയുള്ള പരാമർശത്തിന്റെ ന്യായീകരണമായിരുന്നു. മക്കയിൽ ഒരു ഹിന്ദുവോ ക്രിസ്ത്യാനിയോ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധിയായിട്ടുണ്ടോ എന്ന അദ്ദേഹത്തിന്റെ ചോദ്യം കുറുക്കിക്കൊള്ളുന്നത്. അവിടെ രാജഭരണമാണെന്ന കാര്യം വിസ്മരിച്ചിട്ടല്ല അദ്ദേഹം ചോദിച്ചത്. എന്തുകൊണ്ടൊരു ഹിന്ദുവിനെ അവിടെ ഭരണ സംവിധാനത്തിൽ ഉൾപ്പെടുത്തിക്കൂടാ എന്നത് ന്യായമായ ഒരു ചോദ്യം തന്നെയാണ്. അതിന് നല്ല ചോദ്യം വത്തിക്കാനിൽ ഒരു മുസ്ലിമോ ഹിന്ദുവോ ഭരണ സംവിധാനത്തിന്റെ ഭാഗമായിട്ടുണ്ടോ എന്നുള്ളതാണ്. വളരെ പ്രസക്തമായ ഈ ചോദ്യം ലോകത്തെ മറ്റൊരു മഹാനും ചോദിക്കാൻ തോന്നിയിട്ടില്ല ഇതുവരെ. മറ്റുള്ളവർക്കൊന്നും വിവരമില്ലാത്തതുകൊണ്ടായിരിക്കാം ഇത് ചോദിക്കാത്തത്. 1980കളുടെ പകുതിയിൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ കാലത്ത് വത്തിക്കാനിൽ ഒരു സ്വാമി ഭരണ സംവിധാനത്തിന്റെ ഭാഗമായി 4ാം മന്ത്രിയായി. അങ്ങനെ ഉണ്ടായിരുന്നുവെന്ന കാര്യം രാജീവ് ചന്ദ്രശേഖരൻ അറിഞ്ഞില്ല. വത്തിക്കാനിലെ 4ാം സ്ഥാനത്തുള്ള മന്ത്രിയായിരുന്നു അദ്ദേഹം. പക്ഷെ അദ്ദേഹത്തിന്റെ പേരെന്താണെന്നറിയാമോ? കർദിനാൾ ലൂർദ് സ്വാമി എന്നായിരുന്നു. ഇനി വത്തിക്കാനിൽ ഹിന്ദുക്കളാണ് ഭരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ പൊന്ന് രാജീവ് ചന്ദ്രശേഖര, നിങ്ങൾ ഇറങ്ങി പുറപ്പെടരുത്. അതിനു വേണ്ടിയിട്ടാണ് ഭരിച്ച സ്വാമിയുടെ പേര് സ്പഷ്ടമായ ഭാഷയിൽ പറയുന്നത്. വിവരമില്ലായ്മ ഒരു കുറ്റമാണെന്ന് ഒരിക്കലും പറയില്ല. പക്ഷേ താനൊരു വിവരമില്ലാത്ത വിഡ്ഢിയാണെന്ന് സ്വയം വിശേഷിപ്പിച്ച് നടക്കുന്നത് ഒരു കുറ്റം തന്നെയാണ്. കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്തിന്റെ മുഴുവൻ ചുമതലയും തന്ന് കേന്ദ്രം ഭരിക്കുന്നവർ ഇങ്ങോട്ട് നൂലിൽ കെട്ടി ഇറക്കുമ്പോൾ അതിന്റെ ഒരു ഉത്തരവാദിത്വവും പക്വതയെങ്കിലും കാണിക്കണം. ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത് കുടുംബസ്വത്തല്ലെന്നും ജനാധിപത്യ സംവിധാനമാണെന്നും മനസ്സിലാക്കണമായിരുന്നു. കൂടെയുള്ളവരെ മുഴുവൻ ചേർത്ത് നിർത്തി പാർട്ടിയെ വളർത്തുന്നതിന് പകരം ഒരപ്പനും മകനെയും വേറൊരു നൂലിൽ കെട്ടി ഇറങ്ങിയവനെയും മാത്രം വിശ്വസിച്ച് ഈ പ്രസ്ഥാനം ഓടിക്കാൻ ശ്രമിച്ച താങ്കൾക്ക് കാലം കാത്തുവച്ചിരിക്കുന്നത് മെയ് മാസം 4ാം തീയതി കഴിയുമ്പോൾ തിരിച്ചറിയാൻ സാധിക്കും.